ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, കൊല്ലവർഷം 1080 കുംഭമാസത്തിൽ ഗുരുദേവൻ കുമരകത്ത് സുബ്രഹ്മണ്യസ്വാമിയെ സങ്കല്പിച്ച് ഒരു വേൽ പ്രതിഷ്ഠിച്ചു. അതിനു സമീപം സുബ്രഹ്മണ്യൻ്റെ ഒരു ചിത്രവും വച്ചു. വിഗ്രഹപ്രതിഷ്ഠയൊക്കെ പിന്നെയാകാമെന്നും പറഞ്ഞു. പ്രതിഷ്ഠ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഗുരുദേവനെ ഒരു നോക്ക് കാണാൻ അനേകം പേർ അവിടെ കൂടി. ആ തിരക്കിൻ്റെ ഇടയിൽ തെങ്ങുകയറ്റക്കാരനായ ഒരു പരവനും ഉണ്ടായിരുന്നു. അയാളെ കണ്ടുകൊണ്ട് മറ്റൊരാൾ "ഛി, മാറി നിൽക്കടാ" എന്ന് ഒച്ച വെച്ചു. അത് കേട്ട് ഗുരുദേവൻ എന്താണ് അയാളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ശബ്ദമുണ്ടാക്കിയയാൾ "ഇവൻ തെങ്ങ് കയറുന്ന പരവനാണ്, ഇവനെ നാടും സ്വാമി" എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ പരവനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, "നിന്റെ തൊഴിലെന്താണ്?" അയാൾ പറഞ്ഞു, "എൻ്റെ തൊഴിൽ തെങ്ങ് കയറ്റമാണ്." ഗുരു വീണ്ടും ചോദിച്ചു, "നീ ഒരു തെങ്ങിൽ എത്ര തവണ കയറും?" അയാൾ പറഞ്ഞു, "മാസത്തിൽ ഒരു തെങ്ങിൽ ഒരു തവണ കയറും." പിന്നീട് അവനെ മാറ്റി നിർത്താൻ ശ്രമിച്ചയാളോട് ഗുരു ചോദിച്ചു, "നിനക്കെന്താണ് ജോലി?" അയാൾ പറഞ്ഞു, "ചെത്താണ് സ്വാമി." "നീ ഒരു തെങ്ങിൽ എത്ര തവണ കയറും?" "ഞാൻ ഒരു തെങ്ങിൽ ഒരു ദിവസം 3 തവണ കയറും." ഇത് കേട്ട ഗുരുദേവൻ അയാളോട് ചോദിച്ചു, "മാസത്തിൽ ഒരു തവണ തെങ്ങിൽ കയറുന്ന ഇവനാണോ ദിവസവും 3 നേരം തെങ്ങിൽ കയറുന്ന നിനക്കാണോ കൂടുതൽ നാറുക?" ഇത് കേട്ട് ലജ്ജിതനായ ചെത്തുകാരൻ ഗുരുദേവനോട് മാപ്പ് ചോദിച്ചു. ആലപ്പുഴ ജില്ലയിൽ വേഴാപ്ര ശ്രീ ശക്തിപ്പറമ്പ് ക്ഷേത്രത്തിലെ ഗുരുദേവൻ നടത്തിയ പ്രതിഷ്ഠാകർമ്മവും വളരെ പുതുമയുള്ള ഒന്നായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ നടത്തിപ്പുകാർ കറുകശ്ശേരി എന്ന തറവാട്ടുകാരായിരുന്നു. അവിടെ ദുർമൂർത്തി സേവാപരമായ ആചാരങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. തദ്ദേശീയനായ എബ്രഹാം എന്ന ഒരാളുടെ ക്ഷണമനുസരിച്ച് ഗുരുദേവൻ അവിടെ വരികയും അവിടുത്തെ പ്രധാന മൂർത്തിയുടെ വിഗ്രഹം ഇളക്കി മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. ഗുരുദേവൻ എബ്രഹാമിനോട് ആ വിഗ്രഹം ഇളക്കി മാറ്റാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം അത് ഇളക്കി മാറ്റി. ഗുരുദേവൻ എബ്രഹാമിനോട് തന്നെ ഒരു ശിവന്റെ ചിത്രം വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ പോയി ശിവന്റെ ചിത്രം വാങ്ങിക്കൊണ്ടുവന്നു. അത് മീശയുള്ള ഒരു ശിവന്റെ ചിത്രമായിരുന്നു. ഗുരുദേവൻ അത് പ്രതിഷ്ഠിച്ചു. ഈ സാധാരണ ചിത്രം ഇത്രയും കാലമായിട്ടും പുതുമ നശിക്കാതെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നതായി കാണുന്നു. നമസ്കാരം.